بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുന്ന മുത്തഖികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ നാളെ റബ്ബിൻ്റെ കോടതിയിൽ ജന്നാത്തുൽ ഫിർദൗസിൽ തോളോട് തോള് ചേർന്നിരിക്കാനുള്ള തൗഫീക്കും അർഹമുറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിലേക്ക് കടന്നു വന്ന അന്ത്യപ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിലേക്ക് ധാർമ്മികമായും തർബിയത്തിൻ്റെയും ഒരുപാട് ഉപദേശങ്ങൾ സമൂഹത്തിന് നൽകുകയുണ്ടായി. ജനങ്ങൾക്ക് ഉപകരിക്കുന്നതും ജനങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റുന്നതും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതുമായ ഒരുപാട് ഉപദേശങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകി. ഓരോ കർമ്മവും എപ്രകാരം ചെയ്യണമെന്നും എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നും ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ
എന്താണ് നിർവഹിക്കേണ്ടത് എന്നും എന്നിത്യാദിയുള്ള ഒരുപാട് ഉപദേശങ്ങൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തന്നു. അപ്രകാരം ആ പ്രവാചകന്റെ കൂടെ കഴിഞ്ഞിരുന്ന സ്വഹബത്തോടുകൂടി കഴിഞ്ഞിരുന്ന സ്വഹാബാ കിറാമുകൾ റളിയല്ലാഹു അൻഹുമുൽ അജ്മഈൻ, അവർക്ക് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ഉപദേശങ്ങൾ സമയാനുസൃതമായി കൊണ്ട് അവർക്ക് നൽകുന്നതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളിൽ പെട്ട ഏറ്റവും അധികം ഹദീസുകളിൽ ഉദ്ധരിച്ച മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കൊടുത്തൊരു ഉപദേശത്തെ അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾ തിങ്ങി നിറഞ്ഞ ഒരു സദസ്സിൽ പ്രവാചകൻ ചോദിക്കുകയാണ്, മൻ യഖുദ് അന്നി ഹൗലായിൽ കലിമാത്ത് ഫയഅമൽ ബിഹിന്ന ഔ യുഅല്ലിം മൻ യഅമൽ ബിഹിന്ന. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ കൂടിയിരിക്കുന്ന സദസ്സിൽ പ്രവാചകൻ ചോദിക്കുകയാണ്, എന്നിൽ നിന്ന് ഈ വാക്കുകൾ സ്വീകരിക്കാനും അപ്രകാരം അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അവയനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും മുന്നോട്ട് വരുന്നവർ ആരുണ്ട്? ഇത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ ആരാണോ ആഗ്രഹിക്കുന്നവർ അവർക്ക് എത്തിച്ചു കൊടുക്കാനും തയ്യാറുള്ളവർ ആരുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഇൽമിന് വേണ്ടി ഏറെ കൊതിച്ച, അറിവിന് വേണ്ടി ഏറെ തുനിഞ്ഞ തൻ്റെ ജീവിതമെല്ലാം ഒഴിഞ്ഞുവെച്ച മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഫഖുൽതു അന യാ റസൂലല്ലാഹ്, റസൂലേ ഞാനുണ്ട് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അഥവാ ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകനിൽ നിന്ന് എന്തെല്ലാം കിട്ടുമോ അതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി ആ മെനഞ്ഞിരുന്ന മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, ആളുകൾ എങ്ങനെയാണ് താങ്കൾ ഇത്രമാത്രം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, മുഹാജിറുകളായ ആളുകളും അൻസാറുകളായ ആളുകളും അവർ തങ്ങളുടെ ആ ഒരു ജീവിതമാർഗം അന്വേഷിച്ചുകൊണ്ട് അവർ അങ്ങാടികളിലേക്കും ചന്തകളിലേക്കും പോകുമ്പോഴും ഞാൻ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ തന്നെയായിരുന്നു. പ്രവാചകൻ എത്രത്തോളം എന്ന് കഴിഞ്ഞാൽ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെരുപ്പ് അഴിച്ചിട്ട് പോകുമ്പോഴും ആ ചെരുപ്പിൽ കൈവച്ച് കിടന്നുറങ്ങിയിരുന്ന സഹാബി. പ്രവാചകൻ കടന്നു വരുമ്പോൾ ഏത് കാലാണ് ആദ്യം പ്രവേശിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി അത്രമാത്രം ദുരയോടുകൂടി പ്രവാചകന്റെ ഓരോ ഹദീസുകളും പഠിക്കാനും മനസ്സിലാക്കാനും നടന്നിരുന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കരഞ്ഞുകൊണ്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. എന്നിട്ട് പ്രവാചകന്റെ അടുത്ത് തേങ്ങലടിച്ചുകൊണ്ട് പറയുന്നു, പ്രവാചകരെ, എനിക്ക് വല്ലാത്ത പേടി, വല്ലാത്ത ഭീതി. എന്തിനാണ്? സാമ്പത്തികമായ പ്രതിസന്ധിയായിരുന്നില്ല അലട്ടിയിരുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ. അതില്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഭൗതികമായ ഏതെങ്കിലും ഒരു പ്രശ്നമോ ആയിരുന്നില്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണുകളെ ഈറനണിയിച്ചത്. മറിച്ച് അദ്ദേഹം പറയുന്നത്, റസൂലേ, താങ്കൾ പറഞ്ഞു തരുന്ന ഹദീസുകൾ, ആയത്തുകൾ, ഇൽമിൻ്റെ ആ അറിവിൻ്റെ ഇസ്ലാമിനെ പറ്റിയുള്ള അറിവിൻ്റെ സാഗരം ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് മറന്നു പോകുമോ എന്ന വല്ലാത്ത ഭീതി കൊണ്ട് പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, റസൂലേ, ഞാനുണ്ട്, താങ്കൾ പഠിപ്പിച്ചു തന്നാലും. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദ ബിയദി ഫഅദ് ഖംസ. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 5 കാര്യങ്ങൾ എണ്ണി പഠിപ്പിക്കുകയാണ്.
5 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തെല്ലാമാണ്? ഒന്നാമതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും, പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇത്തഖിൽ മഹാരിം തകുൻ അഅബദൻ നാസ്. ഒന്നാമത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുന്നു, നീ എന്ത് ചെയ്യുക? അള്ളാഹുവിൽ നിന്ന് ആ ഒരു ഹറാമായ സംഗതികളെ നീ സൂക്ഷിച്ചു കഴിഞ്ഞാൽ തകുൻ അഅബദൻ നാസ്, ജനങ്ങളിലെ ഏറ്റവും ഭക്തനായ വ്യക്തി നീയായി മാറും. ഒന്നാമത്തെ ഉപദേശമാണ്. എന്ത് ചെയ്യുക? ഹറാമുകളെ നീ സൂക്ഷിക്കുക. രണ്ടാമത് പറയുകയാണ് വഅർദിൽ ബിമാ ഖസ്സമല്ലാഹു ലക തകുൻ അഗ്നൻ നാസ്. അള്ളാഹു നിനക്ക് വീതിച്ചു തന്ന ആ ജീവിത വിഭവങ്ങളിൽ സംതൃപ്തനാവുക. അള്ളാഹു എന്താണോ നമുക്ക് നൽകിയത് അതിൽ സംതൃപ്തനായി ജീവിക്കാൻ, തൃപ്തി അടയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ തകുൻ അഗ്നൻ നാസ്, ജനങ്ങളിലെ ഏറ്റവും സമ്പന്നൻ നീയായിരിക്കും. മൂന്നാമത് കൊടുക്കുന്ന ഉപദേശം വഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന. നീ എന്ത് ചെയ്യുക? അയൽവാസിക്ക് നന്മ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിനക്ക് നിർഭയനായ വിശ്വാസിയാകാം. നാലാമത് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് വഹിബ്ബുൽ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമ. നിനക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്, എനിക്കുണ്ടാവണം, എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്താണോ നേട്ടങ്ങൾ, അത് അന്യർക്കും ഉണ്ടാവണം, എൻ്റെ സഹോദരനും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുക. അങ്ങനെയാണെങ്കിൽ തകുൻ മുസ്ലിമ, നീ ഒരു യഥാർത്ഥ മുസ്ലിമാവും. അഞ്ചാമത് പറയുന്നത് വല തുക്സിറിൽ ലഹിക ഫഇന്ന കസറത്തുൽ ലഹിക് തുമീതുൽ ഖൽബ്. അമിതമായി കൊണ്ട് തമാശകളിൽ ഏർപ്പെടരുത്. അങ്ങനെ ഏർപ്പെട്ടാൽ തുമീതുൽ ഖൽബ്, നിങ്ങളുടെ ഹൃദയം മരവിച്ചു. ഈ 5 ഉപദേശങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുകയാണ്, പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു മുസ്ലിമിൻ്റെ ഏതെല്ലാം കർമ്മമുണ്ട്, എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ട് എങ്ങനെയാവണം ഒരു മുസ്ലിം എന്ന കൃത്യമായ പാഠം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാവണം ഒരു മുസ്ലിമിൻ്റെ എല്ലാ തരങ്ങളിലും. സ്വയം എൻ്റെ ജീവിതം തൃപ്തിപ്പെടലല്ല, ഞാനും എൻ്റെ ജീവിതവും, ഞാനൊരു അറിവ് പഠിച്ചാൽ, ഞാനൊരു ഇൽമ നേടിയാൽ അത് എനിക്ക് മാത്രം ഉപകാരപ്പെടുന്നതല്ല. അതല്ല എങ്കിൽ ഞാനൊരു ഇൽമ നേടിക്കഴിഞ്ഞാൽ അത് ഞാനും എൻ്റെ ജീവിതവുമായി കൊണ്ട് നേടലല്ല, മറിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, സമൂഹത്തിലേക്ക് എത്തിക്കാൻ, ആ നമ്മുടെ അയൽക്കാരിലേക്കും സഹോദരനിലേക്കും നമുക്കെന്തൊരു നേട്ടമുണ്ടാകുമോ അത് തൻ്റെ സഹോദരനിലേക്കും എത്തിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ഒരു ഉപദേശമാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഒന്നാമത് നൽകിയ ഉപദേശം? ഇത്തഖിൽ മഹാരിം തകുൻ അഅബദൻ നാസ്. നീ എന്ത് ചെയ്യുക? ഹറാമുകളെ സൂക്ഷിക്കുക, ഹറാമുകളായ സംഗതിയെ സൂക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ തകുൻ അഅബദൻ നാസ്, നീയായിരിക്കും ഏറ്റവും ഭക്തനായ വ്യക്തി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഭക്തനായ വ്യക്തിയാകണോ? ഏറ്റവും നല്ല ഭക്തനായ തഖ്വയുള്ള ഒരു മുത്തഖിയാവണോ? എന്ത് ചെയ്യണം? തകുൻ അഅബദൻ, നീ എന്ത് ചെയ്യുക? ഹറാമുകളെ സൂക്ഷിക്കുക. ജീവിതത്തിൽ നിഷിദ്ധമായി കടന്നു വരുന്നതിനെ സൂക്ഷിക്കുക. മോശമായതിനെ, ഹറാമായതിനെ, അശ്ലീലമായതിനെ എന്തെല്ലാമുണ്ടോ അതെല്ലാം നീ നിന്റെ ജീവിതത്തിൽ സൂക്ഷിക്കുക. ഇന്ന് നമ്മുടെ ലോകത്ത് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഹറാമിൻ്റെതായ ലോകമാണ്, മോശമായതിൻ്റെ ലോകമാണ്, തിന്മയുടെ ഒരു ലോകമാണ്. എങ്ങ് നോക്കിയാലും ഒരു നോട്ടം നമ്മളെ പാളിയാൽ അവിടെ നമ്മുടെ മേൽ ഒരു തിന്മ പതിയുകയാണ്, അല്ലേ? ഒരു നോട്ടമൊന്ന് മാറിക്കഴിഞ്ഞാൽ അത്രമാത്രം ദുഷിച്ചൊരു ഫിത്നയുടെ ഒരു ലോകം. ഇവിടെ ഹറാമുകളെ തൊട്ട് സൂക്ഷിക്കുന്നവൻ ഏറ്റവും ഭക്തനുള്ളവനായി, ഭക്തിയുള്ള മുത്തക്കിയായി എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹറാമുകൾ എന്തെല്ലാമാണ്? ഹറാമുകൾ എന്താ ഈ ഹറാമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിട്ടുണ്ട്, അല്ലേ? എന്താണ് ഹറാമ്, എന്താണ് ഹലാല്, എല്ലാം കൃത്യമായി കൊണ്ട് തന്നെ പ്രവാചകൻ പഠിപ്പിച്ചു.
അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിൻ. എല്ലാം വ്യക്തമാണ്. ഹലാൽ എന്താണ്, ഹറാം എന്താണ്, എല്ലാം വ്യക്തമായി കൊണ്ട് തന്നെ പഠിപ്പിച്ചു. അപ്പോൾ ആ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കാൻ നമ്മുടെ ഇന്ന് നോക്ക് നിങ്ങൾ, ഇന്ന് ഏറ്റവും അധികം ആളുകൾ യൂസ് ചെയ്യുന്നത് എന്ത്? കൂടുതലും ഫേസ്ബുക്കുകളാണ്, അല്ലേ? വാട്സപ്പുകളാണ് ഏറ്റവും അധികം. ഞാനും നിങ്ങളും ആ ഏറ്റവും അധികം ഒരു ദുനിയാവായിക്കൊണ്ട് ഒരു ലോകം നമ്മളതിൽ പടുത്ത് ഉയർത്തിയിരിക്കുകയാണ്, ഫേസ്ബുക്കിലും വാട്സപ്പിലും. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസത്തേക്കൊന്ന് നെറ്റൊന്ന് കട്ടായാൽ, അല്ലെങ്കിൽ ആ റേഞ്ച് സവയുടെയും മൊബൈലിയുടെയും സെയിനിൻ്റെ അത് മൊത്തമായിട്ടൊന്ന് ബ്ലോക്ക് ചെയ്യാൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് പലപ്പോഴും നമ്മൾ ഇരിക്കുന്നത്. അത്രമാത്രം അഡിക്റ്റായിക്കൊണ്ട് തന്നെ ആ ഒരു ലോകത്ത് നമ്മൾ മുഴുകിയിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ഹറാമുകൾ. നോക്ക് നിങ്ങൾ, ഒരു നോട്ടം പോലും ഫേസ്ബുക്കുകളിലാകട്ടെ എല്ലാത്തിലും, ഒരു സോപ്പ് വാങ്ങിക്കാൻ ചെന്നാൽ പോലും അവിടെ ഉണ്ടാവും ഒരു ഔറത്ത് മറക്കാത്ത, അല്ലേ? അത്രയും ഹറാമുകളുടെ ഒരു ദുനിയാവിലാണ്. അവിടെ തഖ്വയോടുകൂടി നിലനിൽക്കാൻ ആ ഹറാമുകൾ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു അശ്ലീലമായി ഒരു ഔറത്ത് മറക്കാതെ അല്ലെങ്കിൽ ഒരു സ്ത്രീ നടന്നു വരികയാണ്, എങ്ങനെയാണ് അവൻ്റെ ദൃഷ്ടികളെ താത്തണമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ സൂക്ഷ്മതയാണ്. അത്രമാത്രം സൂക്ഷ്മത നമുക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അന്ത്യനാൾ കിടന്നു വരുമ്പോൾ വ്യഭിചാരം വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടെ ഏറ്റവും വലിയ തഖ്വയുള്ളവൻ റോഡിലൂടെ വ്യഭിചാരം ഇങ്ങനെ നടക്കുമ്പോൾ, വഴിയിലൂടെ നടക്കുമ്പോൾ അവൻ ഒന്ന് നീങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് നോക്കാതെ നടന്നു പോകുന്നവനാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ അത്രയും തഖ്വ നമ്മുടെ മനസ്സിലേക്ക് വേണം. നമ്മുടെ കുടുംബങ്ങളിൽ ആ രീതിയിൽ നമ്മൾ നന്നാവുക എന്നുള്ളതല്ല, ഹറാമിനെ തൊട്ട് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ അഹ്ലുകാരെ, നമ്മുടെ വീട്ടുകാരെ അതിനെ തൊട്ട് തടയാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പറയും, ഞാൻ ആ ഒരു രീതിയിലേക്കോ ടി വിയോ അതുപോലെ ഹറാമായ കാര്യമൊന്നും ചെയ്യാറില്ല. എന്നാൽ വീട്ടിലേക്ക് വേണ്ടതെല്ലാം നമ്മൾ ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. അവർക്ക് വേണ്ട ടി വിയും അവർക്ക് വേണ്ട ഡിഷുകളും അവർക്ക് വേണ്ട എന്തെല്ലാമുണ്ടോ അവർക്ക് നരകത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് നമ്മൾ പള്ളിയിൽ വന്നുകൊണ്ട് മുസാഫിൻ്റെ നടുക്കണ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പാപഭാരം മുഴുവൻ ആരുടെ ചുമലിലേക്കാണ് വരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ ഒരു ഗൃഹനാഥനെ വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെയുള്ളവൻ? തൻ്റെ വീട്ടിൽ ഹറാമുകൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നവൻ. വീട്ടുകാരെ ഹറാമ് ചെയ്യുമ്പോൾ അതിനെ എതിർക്കാതെ മാറി നിൽക്കുന്നവനെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചു. അവന് ആ കൂട്ടിക്കൊടുക്കുന്ന രീതിക്ക് തുല്യമാണ്. എത്ര അപകടകരമാണ് എന്ന് ആലോചിച്ച് നോക്ക്. സിനിമകളും സീരിയലുകളും അതുപോലെ തന്നെ മ്യൂസിക്കിൻ്റെയും ഒരു ലോകം, ഹറാമുകളുടെ ഒരു ലോകം, പലിശയുടെ ഒരു ലോകം. എത്ര വലിയ പള്ളിയുടെ സെക്രട്ടറി ആണെങ്കിൽ പോലും വീട്ടിൽ ചെന്നുകൊണ്ട് ഹറാമായ കാര്യങ്ങൾ കാണുന്ന അവസ്ഥ, സീരിയൽ കാണുന്ന അവസ്ഥ. അതുകൊണ്ട് ഒരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ജീവിതത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടി ഒരു തുടക്കം കുറിക്കാൻ ഒരു സദസ്സിൽ വരുമ്പോൾ, ഒരു ഇൽമിൻ്റെ സദസ്സിലേക്ക് വരുമ്പോൾ അത് ഞാൻ നന്നാവുക എന്നൊന്നാമത്തെ നീയത്ത്. അതോടൊപ്പം തന്നെ റബ്ബേ, എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ മനസ്സിലാക്കിയ ഈ ഒരു സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നാഥ നീ എനിക്ക് നൽകണേ എന്ന പടച്ച റബ്ബിനോടുള്ള ആ അടങ്ങാത്ത പ്രാർത്ഥനയോടുകൂടിയാവണം നമ്മൾ ഓരോരുത്തരും വരേണ്ടത്. ആ രണ്ട് നീയത്ത് നമ്മൾ മറക്കാൻ പാടില്ല. ഏതൊരു സദസ്സാകട്ടെ, ഏതൊരു ഇൽമിയായ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഏതൊരു സദസ്സാകട്ടെ, അവിടെ വരുമ്പോൾ പഠിച്ച റബ്ബേ എനിക്കൊരു മാറ്റം ഉണ്ടാക്കി തരണേ, റബ്ബേ എനിക്കൊരു മാറ്റത്തിനെന്തെങ്കിലും, അതുപോലെ തന്നെ ആ കിട്ടിയ അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നാഥ നീ നൽകണേ എന്ന ആ ഒരു തേട്ടമായിരിക്കണം നമ്മുടേത്. നമ്മളൊന്ന് ആലോചിച്ചു. ഇത്രയും എൻ്റെ കൂട്ടത്തിലിരിക്കുന്ന സഹോദരൻ ഒരുപാട് നാളുകൾ ഖുത്ബകൾ കേൾക്കുന്നവരുണ്ടാവാം,
പ്രസംഗങ്ങളെ ഇൽമിയായ ഒരു സദസ്സും വിടാതെ തുടർച്ചയായിക്കൊണ്ട് കേൾക്കുന്നവരുണ്ടാവാം. നമ്മുടെ കൂട്ടത്തിൽ അതിൽ നിന്ന് 50% ജീവിതത്തിൽ പകർത്തിയവർ എത്ര പേരുണ്ടാവും? 50% ജീവിതത്തിൽ കേട്ട് മനസ്സിലാക്കി പഠിച്ച് അത് ജീവിതത്തിൽ കൊണ്ടുവന്നവർ, അതിനൊരു പരിവർത്തനത്തിൻ്റെ ഒരു വിത്ത് വിതച്ചവർ എത്ര പേരുണ്ടാവാം? അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ആ ജനങ്ങളെ കൂട്ടി ഇസ്ലാമിൻ്റെ സദസ്സിലേക്ക് വന്നവർ. നമ്മൾ സൂക്ഷിക്കണം. ഹറാമുകളെ തൊട്ട് എന്തെല്ലാമുണ്ടോ ഇന്ന് ഈ ദുനിയാവിൽ ഹറാമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറാമാക്കി എന്തൊരു കാര്യമുണ്ടോ അതിനെല്ലാം ഹലാലാക്കുന്നൊരു സമൂഹം അല്ലേ? ഹലാലാക്കുന്നൊരു സമൂഹം നമ്മുടെ ഇടയിലുള്ളത്. ഒരു മ്യൂസിക് ആകട്ടെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വിഷയമാകട്ടെ, അതൊക്കെ എന്തിനാ ഇപ്പോൾ വല്ലാണ്ട് വലിച്ചഴക്കുന്നത്? അതെല്ലാം ആ രീതിയിൽ തന്നെ നിൽക്കട്ടെ എന്ന് പറയുന്നിടത്ത് വരെ ചില സംഘടനക്കാർ എത്തിയിട്ടുണ്ട് എങ്കിൽ മ്യൂസിക്കോ അത് ഹറാമാണെന്ന് പറയാൻ പറ്റുമോ എന്ന് പറയുന്നവർ, അത് ഹറാമിൻ്റെ ഒരു വിധിയൊന്നും പറയാൻ പറ്റൂല, അതിങ്ങനെ കേൾക്കേണ്ടവർക്ക് കേൾക്കാം, ഇല്ലാത്തവർക്ക് വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ എവിടെ പോയി നമ്മുടെ ഇസ്ലാമിക സംഘടനകൾ എന്ന് പറഞ്ഞു നടക്കുന്നവരുടെ അവസ്ഥ? ഇത്രമാത്രം അധപ്പതിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് ഹറാമുകളെ സൂക്ഷിക്കാൻ ആ തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ലൈസ തഖ്വ ലില്ലാഹി ബിസ്സിയാമിൻ നഹാർ. തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നോമ്പ് നോൽക്കൽ, പകലുകളിൽ നോമ്പ് നോൽക്കലല്ല. വലാ ബിഖിയാമിൽ ലൈൽ, രാത്രി ഒരുപാട് നമസ്കരിച്ചത് കൊണ്ട് തഖ്വയാവില്ല. മറിച്ച് വത്തഖ്ലീതു ഫീമാ ബൈന ദാലിക്, ഇത് രണ്ടും മാറ്റിമറിച്ച് ചെയ്യുന്നത് കൊണ്ടും തഖ്വയാവില്ല. മറിച്ച് പറഞ്ഞു വലാകിന്നി തഖ്വ മാ ഹറമല്ലാഹു വആദാ മാ ഇഫ്തറല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ ഹറാമാക്കിയ കാര്യങ്ങളെ തൊട്ട് മാറി നിൽക്കലാണ്. അല്ലാഹു കൽപ്പിച്ച് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നതാണ് തഖ്വ എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ തഖ്വ എന്നുള്ളത് ഒരുപാട് ഇബാദത്തുകൾ ചെയ്തതുകൊണ്ട്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് കാര്യമില്ല. ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കണം. സിനിമകളും സീരിയലുകളും മ്യൂസിക്കുകളും പലിശകളും മോശമായ കാര്യങ്ങളും അശ്ലീലതകളും ഇന്ന് നമുക്കിടെ യുവാക്കളുടെ ഇടയിൽ അല്ലേ, യുവാക്കളുടെ ഇടയിൽ ഏറ്റവും അധികം പ്രചരിച്ചു കൊണ്ടിരിക്കുക പോൺ സൈറ്റുകളും അതുപോലെ തന്നെ അശ്ലീലമായ കാര്യങ്ങളും. അഡിക്റ്റായിക്കൊണ്ടിരിക്കുക ഒരു യുവതലമുറ. അവർക്ക് ആ അശ്ലീലമായ വെബ്സൈറ്റുകൾ തേടുന്നതിലും അത് പ്രചരിപ്പിക്കുന്നതും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ഒരു ലഹരി പോലെ കൊണ്ടു നടക്കുന്ന ഒരു തലമുറ നമുക്കിടയിൽ വളർന്നു വരുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ മക്കളാവാം, നമ്മുടെ സഹോദരങ്ങളാവാം, നമ്മളുമായി അടുത്തിടപഴകുന്നവരാവാം. പിടിച്ചു നിർത്താൻ സാധിക്കണം. വീടുകളിൽ ആ നമ്മുടെ മക്കളെ കുശലാന്വേഷണത്തിന് വേണ്ടി ഫോൺ വിളിക്കുമ്പോൾ ഇസ്ലാമികമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഇനി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുക, ഈ ഹറാമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിന്നുന്ന പലിശയടക്കമാകട്ടെ ഏറെ ഭയപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് സഹാബാക്കിറാമുകളും സലഫു സാലിഹ്യങ്ങളും. ഈ രീതിയിൽ പലിശയെ കടന്നു വരുന്നത്, ഹറാമുകൾ തങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത് നോക്ക് നിങ്ങൾ, മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ഒരിക്കൽ രാത്രി ആയിഷ ബി റളിയല്ലാഹു അൻഹയുമായി കൊണ്ട് കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറക്കം കിട്ടുന്നില്ല. വല്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്, അസ്വസ്ഥമായിക്കൊണ്ട്. അങ്ങനെ എഴുന്നേറ്റപ്പോൾ ചോദിച്ചു, അല്ല എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഇന്നി വജദതു തഹ്ത ജംബി തംറതൻ ഫഖൽതുഹാ വകാന ഇൻദനാ തംറുൻ മിൻ തംറിൻ ഫഖശീതു അൻ തകൂന മിൻഹു. ഞാൻ എൻ്റെ അടുത്ത് ഒരു കാരക്ക കണ്ടു, ഒരു ഈത്തപ്പഴം കണ്ടു. ഞാൻ അതെടുത്ത് ഭക്ഷിച്ചു. പക്ഷേ എൻ്റെ അടുക്കൽ വേറെ ഈത്തപ്പഴം ഉണ്ടായിരുന്നു, സ്വതക്കയുടെ ധർമ്മം ചെയ്യേണ്ടതിൻ്റെ. പിന്നീടാണ് ഞാൻ ആലോചിച്ചത്, അതിൽപ്പെട്ട ഒരു ഈത്തപ്പഴമാണോ, ദാനധർമ്മം ചെയ്യേണ്ട ഈത്തപ്പഴമാണോ ഇത് എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒരു ഈത്തപ്പഴം തിന്നതിൻ്റെ പേരിൽ ഭയപ്പെട്ടിരുന്ന മുത്തുനബി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രമാത്രം ഭയപ്പാടുണ്ടെന്ന് നോക്കാലോചിച്ച്. മഹാനായ പ്രവാചകന്റെ അടുക്കൽ മറ്റൊരിക്കലൊരു സംഭവം കാണാം. ഇന്നി ലഅൻഖലിബു ഇലാ അഹ്ലി ഫഅജദ തംറതൻ സാഖിതതൻ അലാ ഫിറാശി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ആ വിരിപ്പിൽ ഒരു ഈത്തപ്പഴം കണ്ടു, ഒരു കാരക്ക കണ്ടു. ഞാൻ അതെടുക്കുകയും ചെയ്തു. അഖ്ഷ അൻ തകൂന സദഖതൻ ഫഅൽഖഹ. ഞാൻ പേടിച്ചു, റബ്ബേ ഇത് സ്വതക്കയുടെ ഈത്തപ്പഴമാണോ, ഇത് ദാനധർമ്മം ചെയ്യേണ്ട ആ സ്വതക്കയിൽ നിന്ന് പെട്ടതാണോ എന്ന് ഞാൻ പേടിച്ചുകൊണ്ട് പ്രവാചകൻ അത് തിരിച്ചവിടെ വെക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രവാചകൻ സഹാബികളും പോയ സ്വർഗത്തിൽ പോവാനാണ്. പക്ഷേ നമ്മൾ എത്ര പേര് ഹറാമുകളെ ഈ തരത്തിൽ സൂക്ഷിക്കുന്നുണ്ട്? തീർന്നോ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ സംഭവം പല ആവർത്തി ജീവിതത്തിൽ കേട്ടവരാണ്, പല ആവർത്തി മനസ്സിലാക്കിയവരാണ്. എന്താ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഒരു വേലക്കാരൻ ഉണ്ടാവുകയും അങ്ങനെ അദ്ദേഹം മുൻപ് ഈ ജ്യോത്സ്യം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ ഏറ്റവും പട്ടിണി കിടന്ന ഏറ്റവും ഒരു അവസരത്തിൽ ഈ ഭ്രഷ്ടൻ, ഈ ഒരു വേലക്കാരൻ, അദ്ദേഹം മുൻപ് ചെയ്തതിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുകയാണ്. അങ്ങനെ ലഭിച്ചു. അദ്ദേഹത്തിന് ലഭിച്ചതിന് ശേഷം അതിൽ നിന്നുള്ള ഭക്ഷണം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ ആ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ വിട്ടുപോയി, ഇതെവിടെ നിന്നാണ് ഭക്ഷണം എന്നുള്ളത്. ഇത് എവിടെ നിന്നാണ് ഭക്ഷണം ചോദിക്കാൻ വിട്ടുപോയി. ആ സന്ദർഭത്തിൽ അതിന് ശേഷമാണ് ഇദ്ദേഹം ചോദിക്കുന്നത്, എവിടെ നിന്നാണ് ഈ ഭക്ഷണമെന്ന് താങ്കൾക്കറിയുമോ? എന്നിട്ട് പറയും, ഫഹാദല്ലദീ അക്കൽതം ഫിൻഹു, താങ്കൾ ഇപ്പോൾ ഭക്ഷിച്ചത് ഞാൻ ആ കുഹാനത്ത് ചെയ്തിരുന്നപ്പോൾ, ജ്യോത്സ്യപ്പണി ചെയ്തിരുന്നപ്പോൾ അവിടെ ആ സന്ദർഭത്തിൽ അയാൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. ജ്യോത്സ്യപ്പണിക്ക് വേണ്ടി ഒരാൾ വന്നു, എനിക്ക് അറിയില്ലായിരുന്നു ജ്യോത്സ്യത്തിൻ്റെ ആ ഇത്, എന്നാലും ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തു അതിനെ പറ്റിയില്ല. അന്ന് കഴിയാത്തത് ഇന്ന് അയാൾ എനിക്ക് കൊണ്ടുതന്നു, അതിൽ നിന്നാണ് താങ്കൾ ഭക്ഷിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? ഫദഖല അബൂബക്കർ യദഹു ഫഖാഅ കുല്ല ഷൈഇൻ ഫീ ബത്നിഹി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ വിരല് വായിലേക്ക് ഇട്ടുകൊണ്ട് തങ്ങൾ കഴിച്ചതും മുൻപുള്ളതുമായ വയറിൽ നിന്നെല്ലാം ഛർദ്ദിച്ച് കളഞ്ഞു എന്ന് പറയുകയാണ്. നോക്ക് നിങ്ങൾ, എത്രമാത്രം ഉദറുണ്ട് മഹാനായ. അറിയാതെ ഭക്ഷിച്ചതാണ്. അറിയാണ്ട് ഭക്ഷിച്ചതിൻ്റെ പേരിലും ഭയപ്പാട് കൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹറാം അറിയാതെ കഴിച്ചതിൻ്റെ പേരിൽ എല്ലാം ഛർദ്ദിച്ച് കളഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്ക് മുമ്പിൽ ഒരു മാതൃകയായി കൊണ്ട് നിൽക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ വയറ്റിൽ എത്രമാത്രം ഹറാമിൻ്റെ ഭക്ഷണം ഉണ്ടാവും. നമ്മൾ അന്വേഷിക്കാറുണ്ടോ? എവിടെ നിന്നാണ് നമ്മൾ കഴിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരൻ വാങ്ങിച്ചു തരുന്നത് അത് അവൻ എന്തിൽ നിന്ന് സമ്പാദിച്ചതാണ്? നമ്മൾ അന്വേഷിക്കാറുണ്ടോ? അല്ലെങ്കിൽ വീട്ടുകാർ, ഭാര്യമാർ, സഹോദരിമാർ ചോദിക്കേണ്ടതാണ്. സ്വഹാബികളുടെ ഭാര്യമാർ, സ്വഹാബ വനിതകൾ, തങ്ങളുടെ ഭർത്താക്കന്മാർ വേലന്വേഷിച്ച് പണിക്ക് വേണ്ടി പോകുമ്പോൾ സ്വഹാബ വനിതകൾ പറയുമായിരുന്നു അത്രേ, നിങ്ങൾ പട്ടിണി കിടന്നാൽ പ്രശ്നമില്ല, ഹറാമിൻ്റെ ഒരു മുതൽ നിങ്ങൾ കൊണ്ടുവരല്ലേ എന്ന്. അല്ലേ? നമ്മളിലെ സഹോദരിമാർ എത്ര പേർ ഭർത്താക്കന്മാരോട് പറയുന്നുണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഇടിയാ വീഴ, ഈ എന്നെ ഉപദേശിക്കാനായോ എന്ന് പറഞ്ഞിട്ട്. അല്ലേ? നമുക്ക് നിങ്ങൾ പറയണം, ഭർത്താക്കന്മാരോട് പറയണം, അവരോട് ഉപദേശിക്കണം, ഹറാമിൻ്റെ ഒരു മുതൽ പോലും ഈ ഒരു വീട്ടിലേക്ക് കൊണ്ടുവരലേക്ക എന്ന് സഹോദരിമാര് ഭർത്താക്കന്മാരോട് പറയണം. സഹോദരന്മാര് ഒരു ഹറാമിൻ്റെ പട്ടിണി കിടന്നാലും ഒരു ഹറാമിൻ്റെ ഒരു ഇഞ്ച് പോലും, ഹറാമിൻ്റെ ഒരു ദിർഹം പോലും എൻ്റെ വയറ്റിലേക്ക് പോവില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് സംശയമുള്ളതാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ ഇത്തഖ ശുബഹാത്ത് ഇസ്തദറ ലിദീനിഹി വഇർളിഹി വമൻ വഖഅ ഫി ശുബഹാത്ത് വഖഅ ഫിൽ ഹറാം. അത് സംശയമുള്ളതായാലും ശരി, സംശയമുള്ളതായാലും ശരി, ഫമൻ ഇത്തഖ ശുബഹാത്ത്, ആരെങ്കിലും ആ ശുബഹാത്തുകളെ,
സംശയമുള്ളതിനെ ഭയപ്പെടുകയാണ് എങ്കിൽ അവൻ ദീനിനെ സംരക്ഷിച്ചു, അവൻ്റെ അഭിമാനത്തെ സംരക്ഷിച്ചു. വമൻ വഖഅ ഫിശ്ശുബഹാത്ത്, ആരാണോ സംശയമുണ്ടായിട്ട് പോലും അതിൽ പതിഞ്ഞു പോകുന്നത്, വഖഅ ഫിൽ ഹറാം, അവൻ ഹറാമിൽ പതിച്ചു. നമ്മൾ എത്രമാത്രം നമ്മൾ ഈമാനൊന്ന് സൂക്ഷിച്ചു നോക്കിയ സഹോദരങ്ങളെ, നമ്മുടെ ഈമാനൊന്ന് അളന്നു നോക്കിക്കേ, എത്രമാത്രം സുദൃഢമാണ് നമ്മുടെ ഈമാൻ. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ, സംശയമുള്ളത് വന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? അത് സാരമൊന്നുമില്ല, നമ്മൾ ഒഴിവാക്കി അതിനെ മാറ്റിവെക്കുകയാണ്, എന്നിട്ട് അത് ചെയ്യുക. ചില ആളുകളുണ്ടാവും സക്കാത്ത് കൊടുക്കാൻ അവകാശപ്പെട്ടവരായിരിക്കും, എന്നാലും അന്വേഷിച്ച് നടക്കും. ഏത് മൗലവിൻ്റെ ഫത്വ കിട്ടുക, എന്ത് അത് ഇത്രക്കുണ്ടെങ്കിൽ വേണ്ട എന്ന് പറയാൻ കിട്ടുന്ന ഏതൊരു മൗലവി വിളിയോട് വിളിയായിരിക്കും അല്ലേ? ചില ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, അന്വേഷിച്ചുകൊണ്ട് നടക്കും, എന്നിട്ട് അവന് ഒതുങ്ങുന്ന അവയാൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഫത്വ ഏതാ എന്ന് അന്വേഷിച്ച് നടക്കുന്ന സമൂഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ശുബഹാത്തുകളിൽ ചെന്നാൽ അവൻ ഹറാമിലേക്ക് പതിച്ചു എന്ന് പഠിപ്പിക്കുമ്പോൾ, ഹറാമുകളായ സംഗതികൾ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതിനെ സൂക്ഷിക്കാൻ, അതിനെ പേടിക്കാൻ നമുക്ക് സാധിക്കണം അല്ലേ? മഹാനായ വഹാബ് ഇബ്നു മുനബ്ബിഹ് അദ്ദേഹം പറയുകയാണ്, വമൻ യസ്സറഹു അൻ യസ്തജീബ അല്ലാഹു ദഅവതഹു ഫൽയുതിബ് തുഅമതഹു. ആരെങ്കിലും ആഗ്രഹിക്കുകയാണ് അള്ളാഹു ഉത്തരം നൽകണം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് പടച്ചറബ് ഉത്തരം നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഫൽയുതിബ് തുഅമതഹു, അവൻ എന്ത് ചെയ്യട്ടെ? അവൻ അവൻ്റെ ഭക്ഷണത്തെ നന്നാക്കട്ടെ, അവൻ കഴിക്കുന്ന ആ ആഹാരത്തെ നന്നാക്കട്ടെ, ഹറാമുകൾ ഒഴിവാക്കട്ടെ, പലിശ ഒഴിവാക്കട്ടെ, മോശമായത് ഒഴിവാക്കട്ടെ, അതിൽ നിന്ന് സമ്പാദിക്കുന്നത് ഒഴിവാക്കട്ടെ, കച്ചവടത്തിൽ ചെയ്യുന്ന കൃത്രിമമോ അവൻ ഒഴിവാക്കട്ടെ, മോശമായത് ആളുകളെ ചതിച്ചും ആളുകളെ വഞ്ചിച്ചും ആളുകളെ കബളിപ്പിച്ചും ആളുകളെ പറ്റിച്ചും ഉണ്ടാക്കുന്ന ആ സമ്പത്തിൽ നിന്ന് അവൻ മാറട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ പടച്ചുറബ് നമുക്ക് ഉത്തരം നൽകണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ നമ്മൾ തയ്യാറാവാൻ സാധിക്കും. നമുക്ക് നിങ്ങൾ എന്തുകൊണ്ട് ഇനി ഇവരെല്ലാം ഭയപ്പെട്ടു? സ്വഹാബികളും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും താബിയകളും തബു താബികളും ഈ ഹറാമുകളെ വല്ലാതെ ഭയപ്പെട്ടു. എന്തുകൊണ്ടാണ്? നോക്ക് നിങ്ങൾ, എന്തുകൊണ്ട്? ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുക, ദുആക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ല. നമ്മൾ റബ്ബിനോട് തേടുന്ന ആ പ്രാർത്ഥന, അള്ളാഹുവിനോട് ഓരോ ആവശ്യങ്ങളും നമ്മൾ ചോദിക്കാറുണ്ട്. ചില ആളുകളുണ്ട്, നമ്മൾ വേജാറാവലാണ്, ടെൻഷൻ അടിയാ, എന്നിട്ട് വന്നിട്ട് ചോദിക്കും, എന്താ എനിക്ക് ഉത്തരം പടച്ച റബ്ബ് തരാത്തത്? എന്താ റബ്ബ് എനിക്ക് ഉത്തരം നൽകാത്തത്? ഞാൻ എത്ര ദുആ ചെയ്തു, എത്ര പടച്ചോനോട് പ്രാർത്ഥിച്ചു, എത്ര നിസ്കരിച്ചു, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, ഞാൻ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നു, ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നുണ്ട്, പടച്ച റബ്ബ് എനിക്ക് ഉത്തരം നൽകാത്തെന്താ? ഒന്ന് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു മനുഷ്യന് ഉത്തരം ലഭിക്കുക 3 രീതിയിലായിരിക്കും. എത്ര രീതി? 3 രീതിയിലായിരിക്കും ഒരു മനുഷ്യന്, ഒരു മുസ്ലിമിന് ഉത്തരം ലഭിക്കുക. ഒന്നാമത് മനസ്സിലാക്കുക, ഒന്ന് പടച്ച റബ്ബ് നമ്മൾ ചോദിച്ചത് നൽകിയിട്ട് ഉത്തരം നൽകും. നമ്മൾ റബ്ബിനോട് ചോദിക്കുക, പടച്ച റബ്ബ് ഈ പ്രതിസന്ധി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, പടച്ച റബ്ബ് നമ്മൾ ചോദിച്ചത് എന്താണ് അത് നമുക്ക് നൽകും. ഇനി രണ്ടാമതായിക്കൊണ്ട് ഉത്തരം നൽകുക, ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച കാരണത്താൽ നമുക്ക് വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു വിപത്തുകൾ മാറ്റി നിൽക്കും നമ്മൾ പ്രാർത്ഥിച്ച കാരണത്താൽ. മനസ്സിലായി? എങ്ങനെ? ഒന്ന്, നമ്മൾ പ്രാർത്ഥിച്ചത് നൽകും, അതല്ല എങ്കിലും രണ്ടാമത് മനസ്സിലാക്കുക, നമ്മൾ പ്രാർത്ഥിച്ച കാരണത്താൽ നമുക്ക് വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു വിപത്തുകൾ അള്ളാഹു മാറ്റും. മൂന്നാമത്തെ ഉത്തരം നൽകുന്ന രീതി, നമ്മൾ പ്രാർത്ഥിച്ചത് നൽകാതെ അത് റബ്ബിൻ്റെ കോടതിയിൽ അള്ളാഹുവിൻ്റെ ആ സ്വർഗത്തിലേക്ക് നമുക്ക് നൽകും. അതുകൊണ്ട് നമ്മൾ സങ്കടപ്പെടാൻ പാടില്ല, നമ്മൾ ടെൻഷൻ അടിക്കാൻ പാടില്ല. നമ്മൾ എല്ലാവർക്കും പരാതിയാ, എല്ലാവർക്കും പെട്ടെന്ന് കിട്ടണം അല്ലേ? എല്ലാവർക്കും ഇപ്പോൾ സ്പീഡിൽ സംഭവം എല്ലാം കിട്ടണം. ഭക്ഷണമാകട്ടെ, ക്ഷമിക്കാൻ തയ്യാറില്ല, സമയമില്ല നമുക്കൊന്നിനും. നമുക്കൊരു 10 മിനിറ്റ് സ്വസ്ഥമായിട്ടിരിക്കാൻ നമുക്ക് കഴിയൂല. ഒരു ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും ഒരു ക്ഷമയ്ക്ക് വേണ്ടി നമുക്ക് സഹിക്കില്ല.
അപ്പോൾ ഒരു ക്ഷമ. റസൂൽ പറഞ്ഞു ലാ തഅജ്ലു, നിങ്ങൾ എന്തേ ധൃതി കൂട്ടാൻ പാടില്ല ദുആ ചെയ്താൽ. അപ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുക എന്തുകൊണ്ട് സ്വഹാബികളും പ്രവാചകന്മാരും ഇതിനെ ഭയപ്പെട്ടു എന്നാൽ ദുആക്ക് ഉത്തരം ലഭിക്കില്ല. എന്ത് ചെയ്തു കഴിഞ്ഞാൽ? ഹറാമുകൾ തിന്നു കഴിഞ്ഞാൽ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തിയെ പറ്റി ഉദാഹരണം പറഞ്ഞു. ثم ذكر الرجل يطيل السفر أشعث أغبر يمد يديه إلى السماء. ഒരു വ്യക്തിയെ പറ്റി ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ? ഒരു വ്യക്തി അവൻ യാത്രയിലാണ്. ആ യാത്രയുടെ എല്ലാ കോലങ്ങളുമുണ്ട്. അവൻ കിബിലക്ക് അഭിമുഖമായി കൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് യാ റബ്ബി യാ റബ്ബി എന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു വ്യക്തിയെ പറ്റി ഉപമ പറയുകയാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക ഒരു വ്യക്തിയുടെ ഉദാഹരണ യാത്രയിലാണ്. നോക്ക് നിങ്ങൾ. എന്നിട്ട് പറയാ യാത്രയിലാണ് ഒരു വ്യക്തി. ഒരു മനുഷ്യന് ഉത്തരം കിട്ടാനുള്ള ഒരു കാരണം യാത്രക്കാരൻ്റെ പ്രാർത്ഥന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് അള്ളാഹു തട്ടൂല, അല്ലേ? യാത്രക്കാരൻ്റെ പ്രാർത്ഥന അള്ളാഹു എന്ത് ചെയ്യില്ല? തട്ടില്ല. അപ്പോൾ യാത്രയിലാണ്. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ഉദ്ദേശിച്ചുകൊണ്ട് പറയുക യാ റബ്ബി യാ എൻ്റെ രക്ഷിതാവേ, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഖിബിലക്ക് മുന്നിടുക, അള്ളാഹുവിൻ്റെ ആ കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സിഫത്തുകളും ജയിച്ചുകൊണ്ട് പറഞ്ഞാൽ അവൻ ഉത്തരം. ആ പ്രാർത്ഥനയുടെ അദബുകൾ പഠിപ്പിക്കുക. പ്രാർത്ഥനയുടെ അദബുകളാണ് ഖിബിലക്ക് മുന്നിടുകയും കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇതെല്ലാം ഇദ്ദേഹം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കേണ്ട എല്ലാമുണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ. എല്ലാ കാര്യവുമുണ്ട്. കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ നാമം ഉദ്ധരിച്ചുകൊണ്ട്. പോരാത്തതിന് അദ്ദേഹം യാത്രയിലുമാണ്. എന്നിട്ട് പറയുക യാ റബ്ബി യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ എൻ്റെ രക്ഷിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. എന്നാലോ അദ്ദേഹത്തിന് ഉത്തരം ലഭിക്കുന്നില്ല. അമ്മാ ഇസ്തജാബുലക്, അവൻ ഉത്തരം ലഭിക്കുകയില്ല. കാരണം എന്താണ്? വമത്അമഹു ഹറാം വമശ്റബഹു ഹറാം വമൽബസഹു ഹറാം വബുനിയ ലഹു ഹറാം. പ്രവാചകൻ പറഞ്ഞു അവൻ കുടിച്ചത്, അവൻ കഴിച്ചത്, അവൻ തിന്നത്, അവൻ മൊത്തത്തിൽ ഉണ്ടാക്കപ്പെട്ടത് തന്നെ ഹറാമിലാണ് എന്ന് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം ഹറാമിൽ. ഫഅമ്മാ ഇസ്തജാബുലക്, പിന്നെ ആരാ അവൻ ഉത്തരം നൽകുക? നോക്ക് നിങ്ങൾ. അപ്പോൾ ഹറാമിൻ്റെ ഒരു അംശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എത്രയെല്ലാം പരാതി പറഞ്ഞിട്ടും കാര്യമില്ല, എത്രയെല്ലാം ഖിയാമുൽ ലൈലും തഹജ്ജുദുകളും നിസ്കരിച്ചിട്ട് കാര്യമില്ല. മറിച്ച് എന്ത് ചെയ്യുക? ഹറാമുകളെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ വലിയ കാര്യമായിട്ട് ഒരു പലിശ പോലും നമ്മൾ വലിയ കാര്യമായിട്ട് നമ്മൾ എടുക്കാറില്ല. എടുക്കണം, അല്ലേ? എടുക്കണം. എന്തുണ്ടെങ്കിലും നമ്മൾ നേരെ ഓടുക എന്തിലേക്കാ? ബാങ്കിൻ്റെയും മറ്റും കാര്യത്തിലേക്കാ, സഹായത്തിൽ. അവർ എല്ലാ ഹസ്തവും നീട്ടിക്കൊണ്ട് നിൽക്കുക. എന്ത് വേണവാ ഞാൻ തരാം. നമ്മൾ ഓടിച്ചെല്ലുക. ഹറാമിൻ്റെതായ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ സൂക്ഷിക്കണം. നമ്മളെല്ലാം ചെന്നുകൊണ്ട് തലവെച്ച് കൊടുക്കലല്ല വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ അതാണ് നമ്മൾ പലിശയും അതുപോലെ തന്നെ ഹറാമുകളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കാണലും മ്യൂസിക് കേൾക്കലും മാത്രമല്ല ഹറാമായിക്കൊണ്ടുള്ളത്. മറിച്ചെന്ത് ചെയ്യുക? തിന്നുന്ന വിഷയത്തിലാകട്ടെ, കാണുന്ന വിഷയത്തിലാകട്ടെ, പലിശകളാകട്ടെ, ഓരോ മേഖലകളിലും സൂക്ഷ്മത പുലർത്താൻ നമുക്ക് സാധിക്കണം. പിന്നെ രണ്ടാമതായിക്കൊണ്ട് എന്തുകൊണ്ട് സലഫുകളും താബികളുമായ ആളുകൾ ഭയപ്പെട്ടു? ഒന്നാമത് നമ്മൾ പറഞ്ഞു ദുആക്ക് ഉത്തരം ലഭിക്കില്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ല. രണ്ടാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ഭൗതികമായിക്കൊണ്ട് ഒരു ബർക്കത്തും നമുക്ക് ലഭിക്കില്ല. എല്ലാം നഷ്ടമായിക്കൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല 2-ാം അധ്യായം സൂറത്ത് ബഖറയുടെ 276-ാമത്തെ വാക്യത്തിലൂടെ പറഞ്ഞു യംഹഖുല്ലാഹു റിബ വയുർബസ് സദഖാത്ത്. അല്ലാഹു എന്ത് ചെയ്യുക? പലിശയെ ക്ഷയിപ്പിക്കുകയും വയുർബസ് സദഖാത്ത്, ദാനധർമ്മത്തെ പോഷിപ്പിക്കുകയും ചെയ്യും. ചില ആളുകളുണ്ടാവും പരാതിയായിരിക്കുന്നത്, എൻ്റെ കയ്യിൽ കാശൊന്നും നിൽക്കുന്നില്ല. എത്രയോ 4000 റിയാലും 5000 റിയാലും 6000 റിയാലും എല്ലാം ശമ്പളം കിട്ടും ചില ആളുകൾക്ക്. പക്ഷേ എന്തോ ഒന്ന് നമ്മൾ പറയും എന്താണെന്നറിയില്ല. ചില ആളുകൾ മൗലവിമാരുടെ അടുക്കലൊക്കെ വന്നിട്ട് പരാതിയാണ്, എന്താണെന്നറിയില്ല മൗലവി, കയ്യിൽ കാശങ്ങോട്ട് നിൽക്കണില്ല, കാശങ്ങോട്ട് ഒന്നും ഉറക്കണില്ല, എന്താ പ്രശ്നമെന്നറിയില്ല.
നമ്മൾ കൊടുക്കുന്നത് ഹറാമിൻ്റെ സമ്പാദിക്കുന്നത് മാത്രമല്ല, ചെലവഴിക്കുന്നതുണ്ട്. നമ്മൾ വീട്ടിലേക്ക് അയക്കും, 1 കൊല്ലത്തിലാണ് നമ്മൾ തിരിച്ച് ലീവിന് പോവുക, അല്ലെങ്കിൽ 2 കൊല്ലത്തിലാണ്. നമ്മൾ അയക്കുന്ന ആ കാശും നമ്മൾ അയക്കുന്ന ആ രീതിയും ഏതിലൂടെയാണ് എന്ന് നമ്മൾ നോക്കുക. അയക്കുന്ന കാശ് വീട്ടിൽ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു? നമ്മൾ പറയണം ആ ഭാര്യമാരോട് എന്തൊക്കെ ചെയ്തു ചോദിക്കണം. നമ്മൾ അതിപ്പോൾ ഇങ്ങനെയാ അപ്പോൾ ഓരോരുത്തർ ചോദിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓർക്ക് ആവശ്യങ്ങളുണ്ടാവില്ലേ, ഓരോന്ന് ലിസ്റ്റ് ഇട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കണം നമ്മൾ. അവർ എന്തിന് നമ്മളിവിടെ കഷ്ടപ്പെടുന്ന അയക്കുന്ന കാശുകൾ എന്തിനെല്ലാം ഉപയോഗിച്ചു? ഹറാമുകൾക്ക് അവർ വിനിയോഗിച്ചോ? ഓരോ റിയാലിൻ്റെയും ഓരോ ഉറുപ്പിയുടെയും കാര്യം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം നമ്മുടെ കുടുംബത്തിൽ നിന്ന്. അതല്ല എങ്കിൽ ബർക്കത്ത് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അള്ളാഹു എടുത്തു മാറ്റപ്പെടുകയാണ്, അവൻ എടുത്തു മാറ്റപ്പെടുകയാണ് ആ ബർക്കത്തിനെ. നമ്മുടെ കയ്യിൽ കാശുണ്ടാവില്ല. എപ്പോൾ നോക്കിയാലും അസുഖം, എന്താണെന്നറിയില്ല. കുട്ടികൾക്ക് എപ്പോഴും അസുഖം. ചില ആളുകൾ പരാതി കൊണ്ട് പറയുക, എന്താണെന്നറിയില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയില്ല, കുട്ടിക്ക് എപ്പോഴും അസുഖം, ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന്, അല്ലേ? ഇതെല്ലാം മനസ്സിലാക്കുക. എവിടെയോ ഒരു പാളിച്ച നമ്മൾ സമ്പാദിച്ചതിലോ അല്ലെങ്കിൽ സമ്പാദ്യം ചെലവഴിക്കുന്നതിലോ വന്നു ഭവിച്ചിട്ടുണ്ട്. നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും, ഒരു മുസ്ലിമിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ പവിത്രതയേറിയ ഒരു ജീവിത. എന്തും ഏതും ചെയ്യാനോ പറയാനോ പാടില്ല ഒരു മുസ്ലിമിന്. അവൻ്റെ അഭിമാനം, അവൻ പവിത്രയേറിയതാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതം. എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല, മറ്റു മതക്കാരല്ല, മറിച്ച് മുസ്ലിമീങ്ങളാണ്, പവിത്രതയേറിയവരാണ്, അള്ളാഹു ആദരിച്ചവരാണ്. അതിനെ ആ നിലയ്ക്ക് തന്നെ നോക്കിക്കാണാൻ എന്താ എനിക്കൊന്നും പറ്റൂലേ എന്നുള്ള ചിന്തയില്ല. മുസ്ലിങ്ങളാണോ ആ പരിധിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ് പഠിപ്പിച്ച് ആ രീതിക്ക് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് യഥാർത്ഥ മുഅ്മിനെന്ന ആ പദവിക്ക് ഹലാവത്തുൽ ഈമാൻ, ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവന് ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയില്ല. തോന്നിയ പോലെ ജീവിക്കുന്നവന്, ഹറാമിലൂടെ ജീവിക്കുന്നവന് റസൂലുള്ളാഹിൻ്റെ ജൽപ്പനകളും റസൂലുള്ളാഹിൻ്റെ കൽപ്പനകളും റസൂലുള്ളാഹി പറഞ്ഞു തന്ന് പഠിപ്പിച്ച് മനസ്സിലാക്കി തന്ന കാര്യങ്ങളെ ആ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് പോകുന്നവനും ഹലാവത്തുൽ ഈമാൻ, ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയില്ല. ഏതൊരു കാര്യങ്ങളാകട്ടെ, ഈ വിഷയമൊന്നല്ല, ഏതൊരു പ്രവാചകൻ പറഞ്ഞ ഏതൊരു കാര്യത്തിൽ, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നതാകട്ടെ, അതല്ല എങ്കിൽ ഏതൊരു വിഷയവും, ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഒരു സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ പോലും സ്വതക്കയാണെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലേക്ക് പ്രവാചകനെ സ്നേഹിക്കാൻ കഴിയണം. ഒന്നാമത് അപ്പോഴേ ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു തർത്തീബ് ഉണ്ടാവുള്ളൂ. പ്രവാചകനെ നമ്മൾ പറയും ഞാൻ സ്നേഹിക്കുന്നുണ്ട് റസൂലുള്ളാഹിനെ, അല്ലെങ്കിൽ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുയായിയാണ്. എവിടെയാണ് അനുയായി? ഏത് രീതിയിലാണ് നമ്മൾ അനുയായി ആയിട്ടുള്ളത്? പ്രവാചകന്റെ കൽപ്പനകൾ സ്വീകരിക്കുന്നുണ്ടോ? പ്രവാചകൻ പറഞ്ഞ രീതിയിലാണോ നമ്മുടെ വസ്ത്രധാരണം? പ്രവാചകൻ പഠിപ്പിച്ച രീതിയിലാണോ നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മൾ ചെയ്യുന്നതും? എന്നിട്ട് നമ്മൾ പറയുന്നു ഞാൻ പ്രവാചകന്റെ അനുയായിയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവരാണ്. പ്രവാചകൻ പഠിപ്പിച്ച ഏതൊരു കർമ്മ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളത്? എന്തോരം പ്രവാചകൻ പഠിപ്പിച്ചു. ഒരു മുസ്ലിമിൻ്റെ വേണ്ട ദൈനംദിന കാര്യങ്ങൾ മുതൽ, അവൻ്റെ വസ്ത്രധാരണം മുതൽ, അവൻ ഒരു മനുഷ്യൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ അവനെ പഠിപ്പിച്ചു എന്തെല്ലാം ചെയ്യണം, എങ്ങനെ എഴുന്നേൽക്കണം, എഴുന്നേറ്റാൽ എന്ത് ചെയ്യണം, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദാത്തമായ മാതൃകകൾ കാണിച്ചു തന്നു നമുക്ക്. എങ്ങനെ എഴുന്നേറ്റാൽ എന്ത് ചൊല്ലണം? എത്ര പേർക്കറിയാം നമ്മളെ കൂട്ടത്തിൽ? നമ്മൾ പറയുന്നുണ്ടല്ലോ ഞാൻ റസൂലുള്ളാഹിൻ്റെ അനുയായിയാണ്, റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നുണ്ട്, റസൂലുള്ളാഹിയെ അളവറ്റുകൊണ്ട് സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ. എത്ര പേര് എഴുന്നേൽക്കുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥന? അതുപോലെ തന്നെ എങ്ങനെ പിന്നീടുള്ള ജീവിതത്തിൽ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ എന്ത് ചൊല്ലണം?
എങ്ങനെ വസ്ത്രം ധരിക്കണം അല്ലേ? നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണം. അല്ലാത്തവൻ ആ ഭാഗം നരകത്തിലാണെന്ന് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? നമ്മൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? നമ്മൾ അതാ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മൾ കേൾക്കുന്നുണ്ട് ഇഷ്ടം പോലെ. 40 വയസ്സുള്ള 45 വയസ്സുള്ള 50 വയസ്സ് വരെ ജീവിക്കുമ്പോൾ ഒരുപാട് തവണ നമ്മൾ കേൾക്കുന്നു, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ. എത്ര പേര് അതിന് പ്രയത്നിച്ചിട്ടുണ്ട് പഠിക്കാൻ? ഒരു പ്രാർത്ഥന, ഒരു സദസ്സിൽ, ഒരു ഇൽമിയായ ഒരു സദസ്സിൽ ഒരു പ്രാർത്ഥന പറയുമ്പോൾ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ആ ക്ലാസ് കഴിയുമ്പോൾ മൗലീൻ്റെ അടുക്കൽ എന്നിട്ട്, മൗലവി അല്ലെങ്കിൽ ഉസ്താദെ, ആ പ്രാർത്ഥന എനിക്ക് പെട്ടെന്ന് ഓടിയില്ല, നിങ്ങളൊന്ന് എഴുതി തരി. പഠിക്കാൻ ഒരു ആഗ്രഹം കാണിച്ചവർ എല്ലാ സദസ്സിലും എത്തുന്നു നമ്മൾ അല്ലേ? എവിടെയുണ്ടോ സെൻ്ററുകളിലാണോ, ഏതെല്ലാം മേഖലകളിലാണോ അവിടെയെല്ലാം നമ്മളിലെ ചില ആളുകൾ ഓടിയെത്തും, കാറെടുത്തും ആളുകളെ കൂട്ടിയും. പക്ഷേ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലകളിൽ പറയുന്ന കാര്യത്തെ, ഏതെങ്കിലും ഒരു കാര്യം മുഖവലിക്കെടുക്കാൻ നമുക്ക് സാധിച്ചു. അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ചുരുക്കം ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്നത് വരെ ആളുകൾക്ക് ഒരു കുറച്ചിലായി മാറുക. ചില ആളുകൾക്ക് അതൊന്നും വലിയ കാര്യമാക്കേണ്ടതില്ല. അതൊന്നും ആളുകളിപ്പോൾ എങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ ചില ആളുകൾ പറയുക, മുക്കാ പാൻറ് ധരിച്ചുകൊണ്ട് എങ്ങനെയാ ഇറങ്ങുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കണം, വലത് കൈ കൊണ്ട് തിന്നണം. അതിപ്പോൾ എങ്ങനെയാ തിന്ന ഒരു കൈ കൊണ്ട് നമ്മൾ കുടിക്കുക? എന്നിട്ട് നമ്മളൊരു പുതിയ രീതി, നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ഒരു മുഫ്തിയായിക്കൊണ്ട് നടക്കുക. എന്തിനൊരു രീതി കണ്ടുപിടിച്ച് നമ്മൾ എന്നിട്ട് പുതിയ രീതി കണ്ടുപിടിച്ചു. എങ്ങനെ? ഇടത് കൈ കൊണ്ട് പിടിക്കുക, വലത് കൊണ്ട് താങ്ങുക. എങ്ങിട്ടാ ഈ താങ്ങണമെന്നറിയില്ല അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അതിനെതിരായിക്കൊണ്ട് ഒരു വഴി നമ്മൾ കണ്ടെത്തുക. എങ്ങനെ അതിലേക്ക് എത്താം, എങ്ങനെ ന്യായീകരിക്കാം. എന്നിട്ടും നമ്മൾ പറയുക, റസൂലുള്ളാഹിൻ്റെ അനുയായിയാണ് ഞാൻ, റസൂലുള്ളാഹി സ്നേഹിക്കണ്ട് ഞാൻ. പ്രവാചകനെ കേൾക്കുമ്പോൾ, പ്രവാചകനെ കുറ്റം പറയുമ്പോൾ അതിനു വേണ്ടി വാളെടുക്കാൻ, അവനെ ചീത്ത പറയാൻ, അവനെ പിച്ച് ചീന്താൻ തയ്യാറാകുന്നു നമ്മൾ. എന്നാൽ പ്രവാചകനെ ആ പറഞ്ഞ ജൽപ്പനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ എന്ത് ജിഹാദാ നമ്മൾ ചെയ്തിട്ടുള്ളത്? ഏതൊരു കാര്യം നമ്മളൊരു ആളുകൾ പരിഹസിക്കുമ്പോൾ ഇതെൻ്റെ റസൂലുള്ളാഹിൻ്റെ സുന്നത്താണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റിക്കൊണ്ട് മുന്നേറാൻ, താടിയുടെ രോമങ്ങളൊന്ന് അല്പമൊന്ന് നീളുമ്പോൾ ആളുകളുടെ പരിഹാസം, നീ എന്താ ബ്ലേഡൊന്നും കിട്ടില്ലേ നിന്റെ നാട്ടിലെന്ന് പറയുമ്പോൾ, ഇതെൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതാണെന്ന് പറയാൻ, വലത് കൈ കൊണ്ട് വെള്ളമെടുത്തു കുടിക്കുമ്പോൾ എച്ചിൽ കൈ കൊണ്ടാണോടാ വെള്ളം കുടിക്കുന്നതെന്ന് പറയുമ്പോൾ, ഇതെൻ്റെ പ്രവാചകൻ മുത്തുനബി കാണിച്ചു തന്നതാണെന്ന് പറയാൻ, രാത്രിയിൽ ഉളുവെടുത്തുകൊണ്ട് കിടക്കാൻ വേണ്ടി പറയുമ്പോൾ, കിടക്കാൻ വേണ്ടി പോകുമ്പോൾ ആളുകൾ പരിഹസിച്ചേക്കാം, നീ നിസ്കരിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഉളുവെടുക്കൽ എൻ്റെ പ്രവാചകൻ കാണിച്ചു തന്നതാണെന്ന് പറയാൻ, അവിടെയാവണം ജിഹാദിൻ്റെ മഹാത്മ്യമുള്ളത്. നമ്മുടെ ഇച്ഛകളെ പിടിച്ചു കെട്ടാൻ സാധിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഇന്ന നഫ്സല അമാറത്തും ബിസു, നമ്മുടെ നഫ്സ് എന്താണോ പറയുന്നത് അത് തിന്മയായിരിക്കും. നമ്മുടെ നഫ്സ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. ഏതൊരു സമയത്താകട്ടെ നമ്മുടെ മനസ്സ് പറയില്ല എന്ത്, പള്ളിയിൽ പോവാന്ന്, പള്ളിയിൽ പോകണ്ടെന്നേ പറയുള്ളൂ അല്ലേ? നമ്മൾ പള്ളിയിൽ പോകാൻ തയ്യാറായിട്ടുണ്ടാവും, അപ്പോഴാ ഭയങ്കര ചൂട്, ഹ്യൂമിഡിറ്റി കൂടിയ അവസ്ഥ, അപ്പോൾ പോകണ്ട. നമ്മൾ സ്വയം ഫത്വ ഇറക്കുക, വീട്ടിൽ കൂടി. ഇനിയോ കുറച്ച് കഴിഞ്ഞ് വീണ്ടും അപ്പോൾ തണുപ്പ് കാലം വന്നു, അപ്പോഴും പോകണ്ട. പുതിയതായ കുറേ കാര്യങ്ങൾ നമ്മളെ മനസ്സ് മന്ത്രിക്കുക, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരാവശ്യം. നമ്മുടെ പിശാച് നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ മന്ത്രിക്കുക, ചെയ്യണ്ട. നോക്ക് നിങ്ങൾ, നമ്മളൊരു പള്ളിയിലേക്ക് പോകണമെങ്കിൽ ഒരു കൂട്ടുകാരൻ വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോവാ, നീ ഇപ്പം എൻ്റെ കൂടെ പോരും, നമുക്ക് പോകണം ആ പള്ളി, എൻ്റെ കാര്യം കഴിഞ്ഞിട്ട് ആ പള്ളിയിൽ കൂടാന്ന് പറയുക. ആ പള്ളി ഉണ്ടാവില്ല, അതിൻ്റെ അപ്പുറത്തുണ്ടാവില്ല. പിന്നെ സുബഹിക്ക് പുറപ്പെട്ടവൻ പിന്നെ ഈശ കഴിഞ്ഞാൽ ആ പള്ളിയിലേക്ക് കയറൂല അല്ലേ? കാരണം എന്താ, നമ്മുടെ മനസ്സും ശരീരവും ഭൗതികത്തിൻ്റെ പിന്നാലെയാണ്.
ഈ ദുനിയവിയായ കാര്യത്തിൻ്റെ പിന്നാലെ അല്ലേ? ഇപ്പോൾ കടകളടക്കം, ബാങ്ക് വിളിക്കും, കടകളടക്കണം അല്ലേ? ശരിയായ നിയമ. നമ്മൾ എത്ര പേര് കട അടച്ചിട്ടും കടേൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കണ എത്ര പേരുണ്ടാവും അല്ലേ? ഒന്നാലോചിച്ച്, കടകൾ അടച്ചിട്ടുണ്ടാവും. നിർബന്ധ നാട്ടിലാണെങ്കിൽ പിന്നെങ്കിലും ഇവിടെ കട അടക്കൽ നിർബന്ധം, ഒരാവശ്യമില്ല കടേൻ്റെ ഉള്ളിലിരിക്കൽ. എന്നാലും നമ്മൾ കടേൻ്റെ ഉള്ളിലേ ഇരിക്കും. പുറത്തിറങ്ങാൻ പറ്റൂല. വീട്ടുകാരോട് ഈ സമയത്ത് സംസാരിക്കാൻ പറ്റുക, ഈ ടൈമിലെ ഓളെ കിട്ടുള്ളൂ സംസാരിക്കാം. മക്കളോട് ഈ ടൈമിലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല അല്ലേ? ആലോചിച്ചു, പല ന്യായീകരണങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണ്. അതാണ് നമ്മുടെ മനസ്സ് പറയുക, ഇന്ന നസ്സലമ. മനസ്സെപ്പോഴും മന്ത്രിക്ക തിന്മയാണ്, ഇന്ന് പോവണ്ട, ഒരു തലവേദന എന്ന മനസ്സ് പറയുക. പിശാച് മന്ത്രിക്കുകയാണ് മനസ്സിൻ്റെ ഉള്ളിൽ, അല്ല ഇന്ന് ഇപ്പോൾ പോയി കഴിഞ്ഞ് എന്തെങ്കിലും പറ്റും, നീ ഇവിടേക്ക് അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കാൻ, പ്രവാചകനെ സ്നേഹിക്കുന്ന അനുയായിയാണെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം. മൂന്നാമതായിക്കൊണ്ട്, എന്തുകൊണ്ട് ഹറാമുകൾ ഒരു മനുഷ്യൻ ജീവിതത്തിൽ വന്നാൽ, ചെയ്തു പോയാൽ എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂന്നാമതായിക്കൊണ്ട് നമ്മൾ ഒന്നാമത് പറഞ്ഞു ബർക്കത്ത് അവൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടും. രണ്ടാമത് ദുആക്ക് ഉത്തരം ലഭിക്കില്ല. മൂന്നാമതായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുകയില്ല. സൽക്കർമ്മങ്ങൾ, നമ്മുടെ ഇബാദത്തുകളൊന്നും സ്വീകരിക്കില്ല. നമുക്ക് നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇദാ ഖറജ റജുലു ഹാജൻ ബിന്നഫഖത്തിൻ തയ്യിബ. ഒരു വ്യക്തി ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ്. എന്നിട്ടോ ഹാജ് ബിന്നഫഖത്തിൻ തയ്യിബ, നല്ല സമ്പത്ത് കൊണ്ട്, وضع رجله في الأرض فنادى لبيك اللهم لبيك ناداه منادي من السماء لبيك وسعديك زادك حلالا ورح راحلتك حلالا وحجك مبرور غير مأزور. ഒരു വ്യക്തി ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നു, നല്ല സമ്പത്ത് കൊണ്ട് അവൻ ഇറങ്ങുകയാണ്. എന്നിട്ടോ അവൻ്റെ കാലുകൾ അതിലേക്ക് വെക്കുമ്പോൾ ആകാശലോകങ്ങളിൽ നിന്ന് വിളിച്ചു പറയുകയാണ്. ഇവൻ കാലുകൾ വെച്ചുകൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൽബിയത്തിൻ്റെ ആ ഉരുവിടുമ്പോൾ, ആ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ആകാശങ്ങളിൽ നിന്ന് പറയുകയാണ്. എന്തേ? നാദാഹു മുനാദി മിനസ് സമാ, ആകാശങ്ങളിൽ നിന്ന് വിളിച്ചു പറയപ്പെടും, ലബ്ബൈക വസഅദൈക സാദക ഹലാല, നിന്റെ ഹജ്ജും നിന്റെ കർമ്മങ്ങളും എല്ലാം സ്വീകാര്യമായിരിക്കുന്നു, കാരണം നിന്റെ ആ സമ്പത്ത് ഹലാലായതുകൊണ്ട്. വരാഹിലതക ഹലാല, നിന്റെ യാത്രയും ഹലാലായിരിക്കുന്നു. വഹജ്ജുക മബ്രൂർ, നിന്റെ ഹജ്ജ് ബർക്കത്തുള്ളതും പ്രതിഫലാർഹവുമാണ്. എല്ലാം എന്തിൻ്റെ പേരിൽ? ഹലാലിൻ്റെ പേരിൽ, ഹലാലായ സമ്പാദ്യത്തിലൂടെ ഹജ്ജ് ചെയ്തു അല്ലെങ്കിൽ കർമ്മം ചെയ്തു എന്നുള്ളത് കൊണ്ട്. ഇനി നോക്ക് നിങ്ങൾ, ഇനിയും പ്രവാചകം പറയാ, തീർന്നില്ല, നിർത്തിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു, വൈദാ ഖറജ ബിന്നഫഖത്തിൻ ഖബീസ, ഒരു വ്യക്തി പുറപ്പെട്ടു മോശമായ സമ്പാദ്യവും കൊണ്ട്. എന്നിട്ടോ ഫവള റജ്ലഹു ഫിൽ അർദി ഫനാദ ലബ്ബൈക നാദാഹു മുനാദി മിനസ് സമാ, ഇവൻ മോശമായ സമ്പാദ്യം കൊണ്ട് അവൻ ഇറങ്ങുമ്പോൾ, ആദ്യമായി കൊണ്ട് അവൻ കാലെടുത്ത് വെച്ച് തൽബിയത്ത് പറയുമ്പോൾ അള്ളാഹു ആകാശത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, ലാ ലബ്ബൈക വലാ സഅദൈക, നീ ഉത്തരം ചെയ്യുന്നില്ല, നിനക്ക് സ്വീകാര്യമല്ല. കാരണം എന്താ? വഹജ്ജുക ഗൈറു മബ്രൂർ, നിന്റെ ഹജ്ജ് ആ പ്രതിഫലാർഹവുമല്ല. കാരണം അവൻ ചെയ്തത് ഹറാമിലൂടെ സമ്പാദിച്ച സമ്പാദ്യത്തിലൂടെയാണ് അവൻ കർമ്മം ചെയ്യുന്നതെങ്കിൽ ആ രീതി സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല. ഹറാമിൻ്റെതായ സൽക്കർമ്മം അല്ലേ, അത് സ്വീകരിക്കില്ല. അത്രമാത്രം സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ വേണ്ടതുണ്ട്. ഏതൊരു കാര്യം സൽക്കർമ്മത്തിൽ കൊടുക്കുമ്പോൾ പോലും നമ്മൾ സമ്പാദിച്ച സമ്പാദ്യത്തിൽ നിന്നാവണം, ഹലാലിലൂടെയാവണം. അതല്ല എങ്കിൽ ആ കർമ്മം സ്വീകരിക്കുന്നതല്ല. നമ്മൾ എത്ര ചെയ്തിട്ടും ഒരു കാര്യമില്ല, എത്ര ഇബാദത്തുകൾ ചെയ്തിട്ടും കാര്യമില്ല, എത്രയെല്ലാം റബ്ബിനോട് ദുആ ചെയ്തിട്ടും കാര്യമില്ല, എത്രയെല്ലാം പടച്ച റബ്ബിനോട് കലങ്ങിയ കണ്ണുകളുമായി കൊണ്ട് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ഹറാമുകളിൽ നിന്ന് ഉണ്ടാക്കാൻ പാടില്ല, ഹലാലുകളിൽ നിന്നാവണം എന്നുള്ളതാണ്. നോക്ക് നിങ്ങൾ, മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഖറദു ദാനിഖ് മിൻ ഹറമിൻ
അഥവാ ഒരു ദിർഹത്തിൻ്റെ 1/6 അഫ്ളലു മിൻ 100,000 തുൻഫഖു ഫീ സബീലില്ലാഹ്. ആ 1,00,000 ഹറാമിൽ നിന്ന് സമ്പാദിച്ച 1,00,000 കൊടുക്കുന്നതിനേക്കാൾ ഏറെ നല്ലത് ഒരു ദീനാർ, ഒരു ദിർഹത്തിൻ്റെ 1/6 എന്ന് പറയുക. ഒരുപാട് ചില ഹറാമിൽ നിന്ന് സമ്പാദിച്ച സമ്പാദ്യത്തിൻ്റെ അതിൽ നിന്ന് എത്രയോ ലക്ഷം കൊടുത്തിട്ട് കാര്യമില്ല. പറയാ മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ ഇങ്ങനെ ഖറദു ദാനിക മിൻ ഹറാമിൻ അഫ്ളലു മിൻ 100,000 തുൻഫിഖു ഫീ സബീലില്ലാഹ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഹറാമിൽ നിന്ന് സമ്പാദിച്ച 1,00,000 കൊടുക്കുന്നതിനേക്കാൾ ഏറെ നല്ലത് ഹലാലിൽ നിന്ന് സമ്പാദിച്ച ഒരു ദിർഹത്തിൻ്റെ 1/6 കൊടുക്കലാണ്. നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം അത് നല്ല രീതിയിലേക്ക് കൊടുക്കുമ്പോൾ അത് ഹലാലിൽ നിന്നുള്ളതാവണം. 4ാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഹൃദയം മലിനമാവുകയാണ്. പലിശയും അതുമായി ബന്ധപ്പെട്ട ഹറാമുകൾ ചെയ്താൽ നമ്മുടെ ഹൃദയം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, അല വഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിലൊരു മാംസക്കട്ടയുണ്ട്, ഒരു മജ്ജയുണ്ട്. വൈദാ സലഹത് സലഹൽ ജസദു കുല്ലു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് മോശമായാലോ ശരീരം മൊത്തം മോശമായി. ഇല്ല അല വഹിയൽ ഖൽബ്, അറിയണേ ജനങ്ങളെ, വഹിയൽ ഖൽബ്, അതാണ് ഹൃദയമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹൃദയത്തെ നന്നാക്കണമെങ്കിൽ നിങ്ങൾ നാട്ടിൽ ഈ വട്ടിപ്പലിശക്കാരും ഹറാമുകളിലൂടെ ഉണ്ടാക്കുന്നവരുടെ എല്ലാം സ്വഭാവം ഒന്ന് ആലോചിച്ച് നോക്ക്. വളരെ മോശമായ ഒരു കണ്ണിൽ ചോരയില്ലാത്തത് എന്ന് നമ്മൾ പറയുമല്ലോ, ആ ഒരു അവസ്ഥയായിരിക്കും. കണ്ണിൽ ചോരയില്ലാത്ത അവസ്ഥ. ഒരാൾക്കൊരു സഹായം ചെയ്യാൻ മടിയായിരിക്കും. ഒരു റിയാലിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഉറുപ്പ്യക്ക് വേണ്ടി കടിവീഴി കൂടുന്നവർ അല്ലേ? അതാണ് ആ ഹൃദയം നന്നാക്കാൻ. ഒരിക്കൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് ചോദിക്കപ്പെട്ടു, ലിമത്തുലീനൽ ഖൽബ്, എങ്ങനെ ഹൃദയം നന്നാക്കാം? ഹൃദയം ലോലമാവാൻ എന്താ ചെയ്യേണ്ടത്? ഹൃദയം നന്നാവാൻ എന്ത് ചെയ്യണം? അദ്ദേഹം പറഞ്ഞു, യഖൽ ഹലാൽ, നീ ഹലാല് ഭക്ഷിക്ക്, നല്ല ഭക്ഷണം ഭക്ഷിക്ക്, നല്ലതിൽ നിന്ന് സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് നീ ഭക്ഷിക്ക്. അങ്ങനെയാണെങ്കിൽ നിന്റെ ഹൃദയം നന്നാകുമെന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. 5ാമതായിക്കൊണ്ട് ഒരു മനുഷ്യൻ ഹറാമുകൾ ഭക്ഷിക്കുകയോ അല്ലെങ്കിൽ ഹറാമിലൂടെ കഴിയുകയോ ചെയ്യുകയാണെങ്കിൽ 5ാമതായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയനാകേണ്ടി വരുമെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇന്നല്ലദീന യഅകുലൂന അംവാലഹുൽ യതാമ ളുൽമൻ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറ വസയസ്ലൗന സഈറ. അഥവാ അന്യായമായി കൊണ്ട് യതീമീങ്ങളുടെ സ്വത്തുക്കൾ ഭക്ഷിക്കുന്നവൻ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറ, അവൻ കഴിക്കുന്നത് ഭക്ഷണം തീയാണ് അല്ലെങ്കിൽ നരകമാണ് എന്നുള്ളത് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. അന്യായമായി കഴിക്കുന്നവൻ, ശരീരം കൊഴുപ്പിക്കാൻ വേണ്ടി ഹറാമിലൂടെ സമ്പാദിച്ച് അത് കഴിച്ച് ശരീരം പുഷ്ടിക്കുന്നവൻ നാളെ നരകത്തിലാണ് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അയ്യുമാ ലഹ്മിൻ നബത മിൻ സഹ്തിൻ ഫന്നാറു ഉലാ ബിഹി, ഹറാമിലൂടെ സമ്പാദിച്ച് അത് ശരീരത്തിൽ പുഷ്ടിച്ചാൽ അവന് ഏറ്റവും നല്ല ഒരു സ്ഥലമുണ്ട് എങ്കിൽ അത് നരകമാണ്. ഫന്നാർ ഉലാ ബിഹി, അവന് നരകമാണ് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല. ലാ യദ്ഖുൽ ജന്നത ലഹ്മുൻ നബത മിൻ സഹ്തിൻ വകുല്ലു ജസദിൻ നബത മിൻ സഹ്തിൻ ഫന്നാർ ഊലാ ബി, ഹറാമുകളിൽ നിന്ന് സമ്പാദിച്ച് കൊഴുത്തവന് ലാ യദ്ഖുൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല. പിന്നെയോ വകുല്ലു ജസദിൻ നബത മിൻ സഹ്തിൻ ഫന്നാർ ഊലാ ബി, അവന് നരകമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ജീവിതത്തെ തർബിയത്തിലൂടെ നമ്മളെ തർത്തീബാക്കാൻ, ശിക്ഷണത്തിലൂടെ ജീവിതത്തെ നമ്മൾ രക്ഷിക്കാൻ, നമ്മൾ നോക്കാൻ, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ രീതിയിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയാ ഖുർആനും, അതിനു വേണ്ടിയിട്ടാണ് ഈ ഹദീസുകളും, അതിനു വേണ്ടിയിട്ടാണ് ക്ലാസ്സുകളും.
അതുകൊണ്ട് നമ്മുടെ ആ ജീവിതത്തെ ഒരു മാറ്റത്തിന് വിധേയനാക്കാൻ, ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്നതല്ല, കേട്ടത് ജീവിതത്തിൽ പകർത്തുക. അവിടെയാണ് തൃപ്തിയുള്ളത്. ഒരുപാട് കേൾക്കുന്നതിലൂടെയല്ല, ഒരുപാട് ക്ലാസ്സുകളിൽ എവിടെയെല്ലാം ഖുർആനിൻ്റെ പഠനമുണ്ടോ അവിടെയെല്ലാം ഓടിച്ചെല്ലലില്ല. കേട്ടത് ഒരു ക്ലാസ് ആണെങ്കിൽ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം ജീവിതത്തിൽ പകർത്തലാണ് വേണ്ടത്. അങ്ങനെയായിരുന്നു സഹാബ കിറാമകൾ, അങ്ങനെയായിരുന്നു താബികൾ. തങ്ങൾ പഠിക്കുന്നത് എന്താണ്? ഒരു ആയത്ത് അവതരിച്ചാൽ അത് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയിട്ടാണ് അവർ രണ്ടാമത്തെ ഒരു ആയത്ത് പഠിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ജീവിതമാക്കാൻ, പഠിക്കുന്നത്, കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കേട്ടതുപോലെയെല്ലാം ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തിക്കുകളിൽ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അർഹമുർ-റഹീമീനായ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة. ربنا هون علينا سكرات الموت، ربنا هون علينا سكرات الموت. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.